എനിക്ക് നിങ്ങൾ 3 പേരോടും കൂടെ ഒരു അപേക്ഷയുള്ളൂ. അവരെ ഡിവോഴ്സിന് ശ്രമിക്കുന്ന കാര്യം ഒരു കാരണവശാലും വേണുവേട്ടന് അറിയരുത്. അല്ല, അറിഞ്ഞ വേണുവേട്ട ഹരീഷിനെയും രുക്മിണിയും വെറുതെ വിടില്ല. ഇവളെ ഈ നാട്ടിലൊരു ഈച്ചയ്ക്ക് പോലും കണ്ണെടുത്താ കണ്ടൂടാ. വാ, എന്റെ മോൻ ഇവിടെ ഇരിക്കെ. മോനെ, അവശിഷ്ടങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതും കൂടി കഴുകി കളഞ്ഞേക്ക്. അധികം താമസിക്കാതെ എന്റെ മോനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുക. അയ്യോ, അതെന്താ പുതിയ ജീവിതം? അമ്മയും മകനും കൂടി ഉള്ളിക്കച്ചവടം നടത്താൻ പോവാണോ? എടാ, നീ ഒന്ന് സന്തോഷായിട്ടിരിക്കെ. ആ അപ്പു വക്കീലിനോട് ഞാൻ ഇവിടെ വരെ വരാൻ പറഞ്ഞിട്ടുണ്ട്. വക്കീലോ? അമ്മ എന്താ വല്ല കേസും കൊടുത്തിട്ടുണ്ടോ? എടാ, കേസൊന്നും കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോവാ. പക്ഷെ എന്റെ കേസല്ല, നിന്റെ കേസാ. എന്റെ കേസോ? ആ അതേടാ, നീയും ആ എന്തിരവളും തമ്മിലുള്ള വിവാഹമോചനം. ഞാൻ വന്നത് എത്ര നന്നായി. ഇവളുടെ പ്ലാനും പദ്ധതിയൊക്കെ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അപ്പോ അമ്മ എല്ലാം അങ്ങ് തീരുമാനിച്ചല്ലേ? ആ, തീരുമാനിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനൊരു മുഴുപ്രാന്തിയെ ഭാര്യയാക്കി വെച്ചോണ്ട് എത്ര നാൾ നീ ജീവിക്കും? അതും പോയിട്ട് ഈ നാട്ടുകാരുടെ മുമ്പില് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോവും? അമ്മേ, അതിന് ഡിവോഴ്സ് ആണോ ഒരു പരിഹാര മാർഗം? ആ എടാ, അല്ലാതെ എന്തുവാ ഇതിനൊരു പരിഹാര മാർഗം? നീ തന്നെ പറ. ഇവള് പലിശക്കാരി മാത്രമല്ല, മനഃശാസ്ത്രക്കാരി കൂടിയാ. ഇവന് രണ്ടാമതൊന്നും ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ ഇപ്പൊ തന്നെ ഡിവോഴ്സ് എന്നുള്ള തീരുമാനത്തിലെത്തിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്റെ മാങ്കാഞ്ചിറ മാടൻ ഭഗവാനെ, ആ ഓപ്പറേഷൻ കുപ്പേരെ ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ ഇവളെ പിടിച്ച് ജയിലിലിട്ടേനെ. എടാ, ഈ സാഹചര്യത്തെ ഇതിന് മറ്റൊരു പോംവഴി ഇല്ല മോനെ. അവൾക്ക് വേറെ എന്തെങ്കിലും രോഗമാണെങ്കിൽ നമുക്കങ്ങ് പോട്ടെന്ന് വെക്കായിരുന്നു. എടാ, ഇത് ഭ്രാന്താ. ആ, മറ്റൊന്നാണെങ്കിലോ അവളുടെ ജാതകദോഷം. പിന്നെ വേറൊന്നും കൂടിയുണ്ട്, അവക്ക് ഈ ജന്മത്തിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാവത്തില്ല. എന്റെ മോനെ ഇവള് പ്രസവിക്കത്തില്ല. എത്രയും പെട്ടെന്ന് വിവാഹമോചനം നടത്തി ആ എണ്ണം കെട്ടവളെ ഒഴിവാക്കിയില്ലെങ്കിൽ ആ അവളുടെ കൈകൊണ്ടായിരിക്കും നിന്റെ എന്റെ മരണം. ഷോ, ആ പഠിച്ച് തറപ്പിക്കുന്ന വിദ്യ കണ്ടോ? ഭയങ്കര തന്നെ. ആ രുക്മിണിയുടെ പിടിയിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ടു വന്നതാ ഈ പിള്ളേര്. വീണ്ടും കിനാവള്ളി പോലെ ചെന്ന് അവര് പിടികൂടി. സത്യം പറഞ്ഞ ഒരു പരിധി വരെ ഈ ഹരീഷ് നല്ലവനാ. ഈ രുക്മിണിയാ അവനെ ചീത്തയാക്കുന്ന. അതെങ്ങനെയാ? ഏതു നേരം ഹരീഷിനോട് ശ്രീലക്ഷ്മിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ രുക്മിണി? സ്വന്തം അമ്മയല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കുറച്ചൊക്കെ അവന് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? എന്നോട് പിണങ്ങേണ്ട ഒരു കാര്യവും ഞാൻ ഹരീഷിനോട് ചെയ്തിട്ടില്ല. മനസ്സുകൊണ്ട് ഒരു തെറ്റുപോലും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ അത്രത്തോളം ഹരീഷിനെ സ്നേഹിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാ ഹരീഷ് എന്നോട് ദേഷ്യപ്പെട്ടത്? എന്നെ കാണാതിരിക്കാൻ ഹരീഷിന് എങ്ങനെ കഴിയുന്നു? ഹരീഷിന് ഒരു 2 മണിക്കൂർ നേരം തനിച്ചു കിട്ടിയ നമുക്ക് സംസാരിച്ച് ശരിയാക്കായിരുന്നു. അതിന് ഈയിടെയായിട്ട് അവന് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോലും വിടുന്നില്ലല്ലോ. അവൻ എങ്ങോട്ടിറങ്ങിയാലും വാല് പോലെ ഈ മാരണോ ഉണ്ടാവും. മോളെന്തിനാ ഫോൺ കെട്ടിയത്? അല്ല, എടുത്തപ്പോൾ കട്ടായതാവും. എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ശേ, ഇതെന്തു പറ്റി? ചിലപ്പോ ഇങ്ങോട്ട് വരുമായിരിക്കും. എനിക്ക് നിങ്ങൾ 3 പേരോടും കൂടെ ഒരു അപേക്ഷയുള്ളൂ.
അവര് ഡിവോഴ്സിന് ശ്രമിക്കുന്ന കാര്യം ഒരു കാരണവശാലും വേണുവേട്ടൻ അറിയരുത്. അല്ല, അറിഞ്ഞ വേണുവേട്ടൻ ഹരീഷിനെയും രുക്മിണിയും വെറുതെ വിടില്ല. പിറകെ നടന്ന് പ്രശ്നമുണ്ടാക്കും. എന്നെ ഒത്തിരി ദിവസമൊന്നും ഹരീഷിനെ കാണാതിരിക്കാൻ പറ്റില്ല. ഹരീഷ് എന്നെ തിരക്കി വരും, ഉറപ്പാതും. ഹരീഷിനെ തനിച്ച് കാണാനുള്ളൊരു അവസരം കിട്ടണം. അതാ ഞാൻ നോക്കുന്നത്. അങ്ങനൊരു അവസരം കിട്ടിയ ഞാൻ ഋതുവും കൂടി അവനോട് സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കാം. നിങ്ങൾ വിഷമിക്കാതിരിക്കേ. ആ, എന്തെല്ലാരും ടെൻഷൻ അടിച്ച് ഇവിടെ നിൽക്കണേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. ഇല്ലല്ലോ. അല്ല, ടെൻഷനും കൊണ്ട് ഞാൻ ചോദിച്ചു. ഇതാ പേടിച്ച് പേടിച്ച മനുഷ്യനോട് ജീവിക്കണേ. ആ, എന്നാ നീ പോയൊരു കാപ്പി എടുത്ത് നോക്കി. ആ, ഈ കൂട്ടത്തിൽ അവരെ കണ്ടില്ലല്ലോ. എടി, നിന്റെ അമ്മായിമ്മ എവിടെ? അവരെവിടെ പോയി? പറഞ്ഞതുപോലെ അവരെ കാണാനില്ലല്ലോ. അവരെവിടെ പോയി? ഇനി ദുബായിക്ക് എങ്ങനെ വിട്ടോ? ചെയ്യാവുന്ന ദ്രോഹങ്ങളെല്ലാം ആ കുടുംബം നമ്മളോട് ചെയ്തു കഴിഞ്ഞു. എടാ, നമ്മുടെ കുടുംബം അവർ തകർത്ത് കളഞ്ഞു. എടാ, മക്കൾ ഇങ്ങനെ കിടന്ന് നശിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെയാ നിങ്ങളുടെ അച്ഛൻ നമ്മൾ ഉപേക്ഷിച്ച് പോയത്. ഗോപിപ്പിള്ള നാടുവിടത്തെ ഇവളുടെ ശല്യം കാരണോ? എന്നിട്ട് അതും അവരുടെ തലയിൽ കെട്ടിവെക്കുക. രമ്യ ജോലി കിട്ടി പോയതാണെങ്കിലും എവിടെയാണെന്നോ എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും നമുക്കറിയില്ല. ഒന്ന് ഫോൺ ചെയ്ത് വിവരം അറിയിക്കാനുള്ള മനസ്സ് പോലും അവള് കാണിക്കുന്നില്ല. രമ്യ ഏതെങ്കിലും ഒരുത്തരം കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. അവര് നമ്മുടെ കുടുംബത്തോട് ചെയ്ത ഈ വക ദ്രോഹം എല്ലാം നീ അങ്ങ് മറന്നേക്ക്. നമുക്കൊരു പ്രതികാരം വേണ്ട മോനെ. ആ, പക്ഷേ ഒരു ഭ്രാന്തി പെണ്ണിന്റെ കൂടെ എത്ര നാളെന്ന് വെച്ചാ നീ ജീവിക്കുന്നേ? അവള് പല പ്രാവശ്യമായി എന്റെ മോനെ തല്ലുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തില്ലേ? ഞാൻ കാണുകേ. ആ, അപ്പൊ ഞാൻ കാണാതെ അവൾ എന്തെല്ലാം ഉപദ്രവം നിന്നെ ചെയ്തിട്ടുണ്ടാവും. എടാ, ഒരുമിച്ച് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൾ എങ്ങാനും വെട്ടുകത്തി എടുത്ത് നിന്റെ കഴുത്തറുത്താലോ? അമ്മേ, നീ ഞെട്ടണ്ട, ഞാൻ സത്യമാ പറഞ്ഞത്. പിന്നെ നീ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആയിട്ട് അവള് 3ഓ 4ഓ പ്രാവശ്യം കത്തിയെടുത്തതാ. ആയുസിന്റെ ബലം കൊണ്ടാ നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. പക്ഷെ എപ്പോഴും അങ്ങനെ രക്ഷപ്പെടണമെന്നില്ല.